ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു ഈസി മിനി ടീ കേക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അതിന് നമുക്ക് വേണ്ടത് റൂം ടെമ്പറേച്ചറിലെ ഒരു മുട്ട. ആ മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എഗ് വൈറ്റ്, പിന്നെ ഒരു കപ്പ് ഷുഗർ പൊടിച്ചത്, പഞ്ചസാര, നമ്മുടെ നോർമൽ പഞ്ചസാര പൊടിച്ചത്. പിന്നെ ഈ മുട്ടയിലേക്ക് നമ്മൾ ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പഞ്ചസാര പൊടിച്ചതായിരിക്കാൻ തന്നെ നോക്കുക, അതാണ് എളുപ്പം ഉണ്ടാക്കാൻ. അതുപോലെ മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാനും നോക്കുക. എന്നിട്ട് നമ്മൾ അത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് ഈ സ്ലീപ്പി ഔളിൻ്റെ ഒക്കെ കിട്ടില്ലേ, കോഫി ബീറ്റർ, അതുപോലത്തെ ഒരു ഐറ്റമാണ്. വേണമെങ്കിൽ നമ്മുടെ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ച്, ഫോർക്ക് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല, വിസ്ക് വെച്ചാണെങ്കിലും നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ച് നേരം വിസ്ക് ചെയ്യേണ്ടി വരും എന്ന് മാത്രം. പിന്നെ നമുക്ക് ആവശ്യം മൈദ. ഈ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന എഗ്ഗും പഞ്ചസാര പൊടിച്ചതും കൂടെ ഒരുവിധം മിക്സായി വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്യുക. അതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വാനില എസൻസ് നമുക്ക് വേണം, ഉപ്പ് വേണം, ബേക്കിംഗ് സോഡ വേണം, ബേക്കിംഗ് പൗഡറും വേണം. ഈ മൈദ മിക്സ് നമ്മുടെ മുട്ട, റൂം ടെമ്പറേച്ചറിൽ എഗ് വൈറ്റ്, പഞ്ചസാര, മൈദ ഇത്രയും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ 2 ഡ്രോപ്പ് വാനില എസൻസ്, പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇത്രയും മിക്സ് ചെയ്ത് നമ്മുടെ ട്രേയിൽ ബട്ടർ പുരട്ടി ഈ ബാറ്റർ അതിനകത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് എയർ ഫ്രയറിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗ ടോപ്പിലോ ഓവനോ യൂസ് ചെയ്യാം. എയർ ഫ്രയറിൽ ഇതൊരു 15 മിനിറ്റ് 180 ഡിഗ്രിയിൽ വെച്ച് നല്ലോണം ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് വേണമെങ്കിൽ കുത്തി നോക്കിക്കോളൂ. കണ്ടോ, ഇതാണ് നമ്മുടെ കേക്ക്. ഇത്ര പെട്ടെന്ന് നമുക്ക് റെഡിയായി. ഒരു പാടുമില്ല, ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയം മതി. മിനി കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയവും നമുക്ക് എടുക്കില്ല. കണ്ടോ, തൊട്ട് നോക്കുമ്പോഴത്തേക്കും നല്ലപോലെ ചൂടാറാൻ നോക്കണേ, നല്ലപോലെ ചൂടാറിയിട്ട് വേണം. അപ്പോൾ ആ എഗ്ഗിൻ്റെ ടേസ്റ്റൊക്കെ പോകും. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലൊരു ക്രീം ആഡ് ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ലേശം പാല്, പിന്നെ അതിനകത്തേക്ക് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഏകദേശം ഒരു സ്പൂണോളം മൈദ. ഇത്രയും ഞാൻ നല്ലപോലെ ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു ക്രീമി ഫ്ലേവറിൽ നമുക്ക് കിട്ടും. സമയമുണ്ടെങ്കിൽ നല്ലപോലെ ഇളക്കിക്കഴിഞ്ഞാൽ കട്ട കെട്ടാതെ നമുക്കത് കിട്ടും. എനിക്കിട്ട് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ടും ഞാനത് എടുത്ത ഉടനെ കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാത്തതുകൊണ്ടും ഒരു ഇച്ചിരി കട്ട പോലെ ആയിപ്പോയി. ഇത് നിർബന്ധമുള്ള സ്റ്റെപ്പൊന്നും അല്ല കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്യണതാണ്. അപ്പം ഞാനതിനെ എൻ്റെ കേക്കിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതൊരു വളരെ ചെറിയ കേക്കാണ്. അപ്പോൾ 2 പേർക്കൊക്കെ ജസ്റ്റ് ഒരു ഈവനിങ് സ്നാക്ക് പോലെയൊക്കെ കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയേ ഉണ്ടാവുള്ളൂ. അതാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസിനനുസരിച്ച് എല്ലാ ക്വാണ്ടിറ്റിയും കൂട്ടുക, എക്സെപ്റ്റ് ഫോർ ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും തന്നെ മതി, എത്രയാണെങ്കിലും. ചെറിയ കേക്കിന് ലേശം കുറവാണെങ്കിലും കുഴപ്പമില്ല. ഞാനിത് നല്ലപോലെ ആ ഒരു സ്റ്റാർ ഷേപ്പൊന്നും വന്നില്ല സ്പ്രെഡ് ചെയ്തപ്പോൾ, എന്നാലും ഏകദേശം ഒരു ആ കേക്കിൻ്റെ തന്നെ ഷേപ്പിൽ നമുക്ക് കിട്ടി. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചു. ഇത്ര ഈസിയിൽ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കി എടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ബൈ ബൈ.